നമുക്കേ അമ്പലത്തിന്റെ വഴി ഞാൻ കയറാം. നീ എന്നോട് വല്ല റിവെഞ്ച് എടുക്കുവാണോ? എന്താണ് അങ്ങനെ ടോക്ക്? ഒന്നുമില്ല. ഡോക്ടർ ഡെയിലി വൈകുന്നേരം നടക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ സാറിന് ഇതിപ്പോ എന്തോ കിലോമീറ്ററുകളോളം നടത്തിക്കണമെന്ന് ഉദ്ദേശമുള്ള പോലെ ഉണ്ടല്ലോ. നമ്മളെ പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ നടക്ക്. കോശി സാറല്ലേ അത്? കോയി സാറേ, എന്ത് ഇവിടെ നിന്ന് കറങ്ങുന്നത്? നമ്മുടെ മേടലെ ചന്ദ്രൻ മാവേന്ന് ഇവിടെ പരിക്ക് പറ്റി കിടക്കായിരുന്നു. ഒന്ന് കാണാന്ന് വെച്ചിറങ്ങിയായിരുന്നു. ഇവിടെ എവിടെയാണ് അവന്റെ വീട്? അയ്യോ, ഈ വഴിയില്ലേ സാറേ? ആണല്ലേ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളോടെ വാ, ഞാൻ കുറച്ച് പേരക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. പേരക്ക അസ്ഥിക്ക് നല്ലതാ. വയ്യ സാറേ, അങ്ങോട്ട് കേറണ്ടേ, നല്ല ക്ഷീണമുണ്ട്. എന്നാ പിന്നെ ടീച്ചർ അവിടെ നിൽക്കട്ടെ. ഗുപ്തൻ സാർ വാ, ഒരു കമ്പനിക്കാ. വാന്നേ. അല്ല വരുന്നില്ലേ? ആ സാർ വരുവാ. കേട്ടു. പണ്ട് ഞാൻ എപ്പോഴും വന്നോണ്ടിരുന്ന വഴിയാ, പക്ഷെ ഇപ്പൊ മറന്നുപോയി. ആ, എന്നോട് ആരാ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. ചന്ദ്രനെ കാത്തോളേ. ആ കയറിപ്പോ ടീമിനെ കണ്ട? അത് നമ്മളെ നാരായണ സ്കൂളിലെ സാറന്മാരല്ലേ? ഓ, ആ സാറിനെയും ടീച്ചറിനെയും നമ്മളെ പിള്ളേരുടെ എടുക്കുന്ന പേരെന്താണെന്നറിയാ? DC-ന്ന്. DC-യാ? ഓ, ഡേഞ്ചർ കപ്പിളെന്ന്. അതെന്തരി? ഈ രണ്ടെണ്ണം കൂടി വയ്യാതെ കിടക്കണ ആരെങ്കിലും പോയി കണ്ടാണ്ടല്ല, മൂന്നാം പക്കം കാറ്റ് പോവും എന്നാണ് പിള്ളേര് പറയണത്. പിള്ളേര് കൊച്ചെന്തെങ്കിലും പറയാം, നിങ്ങളാ ഏജ് പോവണം. ഡേ ഉള്ളതാണെന്ന്. 1-2 കേസല്ല, 2-3-4 കേസായി. പിന്നെ അവസാനം പോയതാരെന്നറിയാ? ആ സോമപിള്ള സാറ്. ഒന്നും പറയാൻ പറ്റില്ല, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വണ്ടി എടു. 10-40 വയസ്സായി, പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുള്ളതിന്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പശയും തെർമോക്കോളും വെച്ചൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവനൊക്കെ ജനിച്ചതിന്റെ ലീഡറാവാനും മിനിറ്റിലുണ്ടാക്കാനും നമുക്കിത് ഇനി പഠിക്കണം. അമ്പാടി ചെയ്ത ഈ ഒരു എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിക്കുക. ഒരു പ്രാവശ്യം അടിച്ചില്ലേ, പിന്നെ ഒന്നും നീ വീണ്ടും അടിക്കുന്നത്? ഇതുപോലുള്ള നല്ല ഐഡിയാസാണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത്. ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. എന്തിനാ? ഗ്രേസ് മാർക്കിന് വേണ്ടി, ചുമ്മാ ആർക്കോ വേണ്ടി ഒക്കാനിക്കാനായിട്ട്. നമുക്കിട്ടാണല്ലോ മച്ചമ്പി. ഇവിടെ അമ്പാടി ഒരു എക്സാമ്പിൾ. ടാലൻറ്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല. സാറേ, ചന്ദ്ര സാർ വിളിക്കും. വിജയ, ഈ മോഡൽ സേഫായിട്ട് എടുത്ത് വെക്കണം. സ്റ്റോർ റൂമിൽ വെച്ചാൽ മതി, സൂക്ഷിക്കണം. ശരി സാർ. പിന്നെ എന്തേലും കൊണ്ടാന്ന് മൂടിയേക്ക്. എന്ത്? നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ മതി. വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടാ. ഹലോ വിജയൻ ചേട്ടാ, ഗ്രൗണ്ടിലോട്ട് വാ. പിന്നെ ബോധം കെട്ട്. വീണ്ടും വീണ? എന്തോ പറയാനാ, സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ തരാൻ ചോദിക്കാൻ പിടിച്ചതാ. ഒരു ഒറ്റ ഓട്ടം വെയിൽ കൊണ്ട് പാപ്പം ബോധം കെട്ട്. സാർ അറിഞ്ഞില്ലേ, നമ്മളെ മേഡല്ലേ ചന്ദ്രചേട്ടൻ മരിച്ചുപോയി. അയ്യോ, കാലൊടിഞ്ഞല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. പുള്ളിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. പുള്ളി എണ്ണ തടവിയിരുന്നു. ആരും അറിഞ്ഞില്ല. എന്നായിരുന്നു? ഇന്ന് രാവിലെ. ഗുപ്തൻ സാറേ, അന്ന് വയ്യാതെ കിടന്നപ്പോ നമ്മൾ പോയി കണ്ടത് ഇപ്പൊ നന്നായില്ലേ? അപ്പൊ ഗുപ്ത സാറ് പോയായിരുന്നല്ലേ? അയ്യോ, സാറ് മാത്രമല്ല, ടീച്ചറും ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ, ഞാൻ മാങ്ങയൊക്കെ ആയിട്ട് കൂടില്ലേ? മാങ്ങയല്ല സാർ, പേരക്ക. പേരക്ക, അതെ അതെ, അത് ഞാൻ മറന്നുപോയി. എപ്പോഴാ ചടങ്ങ്? 2 ദിവസം കഴിയും സാറേ. ഒരുത്തൻ വെളിയിലാണ്, ഐസ് ഒട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പേരക്കായിരുന്നു മാത്രം മറന്നുപോയി. പ്രിയപ്പെട്ട മീനാക്ഷിക്ക്, നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. ഞാൻ നിന്നെ ലവ് ചെയ്യാണ്.
ഡേ ഇതെങ്ങനെ അവളെ ടീച്ചർമാരടുത്ത് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഞാനിത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. ടീച്ചർമാരോട് പറയുകയും ചെയ്യല്. എന്ന് സ്വന്തം ശ്രീകുട്ടൻ. ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റൂല. ഈ പുല്ലിനകത്ത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. കുറെ നാളുകൊണ്ട് ഈ പൈപ്പിൽ ഞാൻ വാങ്ങി വെച്ചേക്കായിരുന്നു. ഇത്ര വെള്ളം പിന്നെ എന്തിനാ അവന്മാര് പൂട്ടി വെച്ചേ? ഇന്ന് നല്ല അടിയായിരിക്കും. എല്ലാം ഇവൻ കാരണം. ഡേ നമ്മളെ കൈ പോയി അറിയാതെ പൈപ്പ് പൊട്ടി, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്തായാലും വാ. നിന്നെയൊക്കെ മടങ്ങോട്ട് വാ. സാറേ ദാ യോമാരാ, ഞാൻ കണ്ടതാ. എന്താണ് ഇതൊക്കെ? എന്താ സാറേ? നിനക്കെന്ന് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാടാ പൈപ്പ് പൊട്ടിയത്? സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട്. പിന്നെ പൈപ്പ് താനേ പൊട്ടോ? സാറേ കൈ കഴുകാൻ പോയപ്പോ പൈപ്പ് പൊട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ. നീയൊക്കെ കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് ഇല്ലാതാക്കിയിട്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സാറേ സത്യമായിട്ട് ഞങ്ങളല്ല ചെയ്തത്. നമുക്ക് അറിഞ്ഞൂടെ സാറേ ഇത്. എന്നെ കൊണ്ട് കമ്പടിപ്പിക്കരുത്. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ സാറേ അറിയാതെ പൈപ്പിൽ പിടിച്ച് തിരിച്ചപ്പോ പൊട്ടിപ്പോയി. അല്ല വേറെ ഒന്നും നമ്മള് ചെയ്തില്ല. സാറേ ദാ ഇപ്പൊ പൈപ്പ് പിടിച്ച് തിരിച്ചാ പൊട്ടിയതായി. നാലും പഠിച്ച കള്ളന്മാരാ സാറേ. ഇവന്റെ മോഡൽ നശിപ്പിക്കാൻ മാത്രം പ്രതികാര ബുദ്ധി എവിടെ നിന്ന് വന്നാണ് നിനക്കൊക്കെ? സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കള്ളം പറയുന്ന സാറേ നമ്മളല്ല. പിന്നെ ആരാടാ? പറയടാ. എടാ നീയൊക്കെ ആദ്യം പറഞ്ഞു നിനക്കൊന്നും അറിയില്ല. പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ്. ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ച് തിരിച്ചപ്പോൾ പൊട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യമൊക്കെ വെച്ചാ നീയൊക്കെ വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? സാറേ സത്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല സാറേ. കണ്ണി നോക്കി കള്ളം പറയുന്നോടാ. നിനക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ? നീയൊക്കെ പഠിച്ചാ ഈ ക്ലോതും വരെ ബാക്കി വെച്ചില്ലല്ലോ. നിന്നെയൊക്കെ ഉണ്ടാക്കി തന്നെ തളയും പറഞ്ഞാ മതി. പറയടാ എന്നോട് സത്യം പറഞ്ഞു. നിർത്തണോ? മതി സാറേ, പിള്ളേരല്ലേ. താൻ എന്താണോ ഈ കാണിച്ചത്? ഞാൻ എന്തിനാണോ പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിനുള്ള കാര്യപ്രാപ്തിയോടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. സാറേ സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ. പഠിപ്പീരിനെ കൊണ്ടൊക്കെ ഞാൻ കണ്ടത്. അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ? അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം. നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ
ആ പാരൻസ് രജിസ്റ്ററിങ് എടുത്തേക്ക്. സാറേ അത് മതി നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടി മഴക്കൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛൻ മോനെ എന്താണെന്ന് വെച്ചായിക്കോ. എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആവശ്യമാണോ നിക്കണം. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരെ വേണ്ട കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്? അയാളാണ് ചാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ. വായിച്ചേക്ക്. മായ്ക്കല്ലേ മായ്ക്കല്ലേ മായ്ക്കല്ലേ. മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ്, സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി. പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കെട്ടി പിടിക്കുന്നോടാ. അയിങ്ങാടാ ഇങ്ങ് തോടാ തരാൻ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി. സാർ ബാടി. സർ. ഈ വരുന്ന 9-ാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ. അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ്സിലെ ഇലക്ഷനും. അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ? വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ. മത്സരിക്കണം.